നമസ്കാരം. നമ്മൾ പല സൈസ് പ്രതികാരങ്ങൾ കാണാറില്ലേ? മധുര പ്രതികാരം എന്ന് പറയും, ക്രൂരമായ പ്രതികാരം എന്ന് പറയും. മറ്റുള്ള അവഹേളിച്ച് പ്രതികാരം ചെയ്യുന്നവരുണ്ട്. അവർ ചെയ്തതിൻ്റെ പകരം തിരിച്ചു കൊടുത്താണ് നമ്മൾ പ്രതികാരങ്ങൾ ചെയ്യണത് അല്ലേ? എന്നാൽ നമ്മൾ മധുര പ്രതികാരം ചെയ്യുന്ന പല രീതിയിലുണ്ടല്ലേ? ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒട്ടും പഠിക്കില്ലാത്ത മണ്ടന്മാരായ കുട്ടികൾ പിൽക്കാലത്ത് അവർ പഠിച്ച് നല്ല നിലയിലെത്തി നല്ല ജോലിക്കാരൊക്കെ ആയി കഴിയുമ്പം അവരെ മണ്ടായെന്ന് വിളിച്ചവരെയും അല്ലെങ്കിൽ ആ ടീച്ചേഴ്സിനെ ഉപേക്ഷിച്ചിട്ട് ടീച്ചർമാരൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു. ഇപ്പം അത്രയില്ല എങ്കിലും ടീച്ചർമാർ പഠിക്കില്ലാത്ത പിള്ളേരെ മൈൻഡ് ചെയ്യില്ല. പഠിക്കുന്ന ഒരു 5-6 പിള്ളേരെ മാത്രമേ ക്വസ്റ്റ്യൻ ചോദിക്കുകയുള്ളൂ, പഠിപ്പിക്കുകയുള്ളൂ. അവരോട് മാത്രം കാര്യങ്ങൾ ചോദിക്കും. പിന്നെ കാശുള്ള വീട്ടിലെ പിള്ളേരെ, ഇതൊക്കെ ഞാനും അനുഭവിച്ചായതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറയുന്നതാണ്. നമ്മൾ പുറകിലിരിക്കുന്ന പിള്ളേരെ തിരിഞ്ഞു നോക്കത്തില്ല ടീച്ചേഴ്സ്. അധ്യാപകർക്കൊരു പ്രത്യേകതയുണ്ട്, തിരിച്ചു വ്യത്യാസം ഭയങ്കരമായിരുന്നു. ആ സമയത്തൊക്കെ നമ്മൾ പഠിച്ചു പോയപ്പം നമുക്ക് അറിയാം എങ്ങനെയായിരുന്നു ടീച്ചേഴ്സ് പെരുമാറിക്കൊണ്ടിരുന്നതെന്ന്. അത് അങ്ങനെയുള്ള കുട്ടികൾ പഠിച്ച് നല്ല നിലയിലെത്തി നല്ല ജോലിക്കാരൊക്കെ ആയിട്ട് ടീച്ചർമാരുടെ മുമ്പിൽ ചെല്ലുമ്പോൾ നീ നിലയിലെത്തിയില്ലേ എന്നൊക്കെ പറയുന്ന, പിന്നെ ടീച്ചർമാർ പൊക്കി പറയും, നീ നന്നാകുമെന്ന് എനിക്കറിയാമായിരുന്നു, നീ നല്ല നിലയിലെത്തും എന്ന് അറിയാമായിരുന്നു എന്നിങ്ങനെ പറയും. ഇതൊരു മധുര പ്രതികാരമല്ലേ? നമ്മൾ ഉപേക്ഷിച്ചിട്ടവരെ, നമ്മൾ അവഗണിച്ചവരുടെ മുമ്പിൽ നമ്മൾ നല്ല നിലയിലെത്തിയിട്ട് നമ്മൾ തിരിച്ചു ചെല്ലുമ്പോൾ അതൊരു പ്രത്യേക എന്നെന്നാ പറയണേ, നമ്മൾ വേറൊന്നും ചെയ്യണ്ട, നമ്മൾ അംഗീകരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടല്ലോ, അതൊരു മധുരമായ ഒരു പ്രതികാരമായിരിക്കും. പിന്നെ ക്രൂരമായ പ്രതികാരങ്ങളുണ്ട്. ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തിരിച്ച് ഉപദ്രവിക്കുക എന്നുള്ളത്, അത് ഏറ്റവും മോശമായ പ്രവൃത്തിയാണ്. പിന്നീട് കളിപ്പിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ എന്തോരം അവഹേളിച്ചോ അതിന് പകരമായിട്ട് അവരെ തിരിച്ചവഹേളിക്കുന്നത് അതും ശരിയായ നടപടിയല്ല. നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലതാണ് മധുര പ്രതികാരങ്ങൾ. അത് നമ്മൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ ജീവിതകാലം മുഴുവൻ അവരുടെ മനസ്സിൽ അതൊരു നോവായിട്ട് കിടക്കും. കാരണം നമ്മളങ്ങനെ മറ്റുള്ളവരോട് പെരുമാറുണ്ടായിരുന്നു എന്നവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കും, ഇല്ലേ? ഇനി ഞാൻ വേറൊരു കഥ പറയാം. ഒരിക്കൽ ഒരു വലിയ റെസ്റ്റോറൻറ്റിൽ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രായമായ ഒരു വൃദ്ധൻ കയറിയിരുന്നു. അയാൾ കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു അനൗൺസ്മെൻറ്റ് വരുന്നു. ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റ് അവിടെ കോഫി കുടിക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്നുള്ള ഒരു അനൗൺസ്മെൻറ്റ്. ഉടനെ തന്നെ അവിടെ എല്ലാം അറേഞ്ച് ചെയ്യുന്നു, വൃത്തിയാക്കുന്നു, ടേബിളൊക്കെ വൃത്തിയാക്കുന്നു. ഈ വൃദ്ധൻ അവിടെ തന്നെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാറ് വന്ന് നിൽക്കുന്നു. അതിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റ് ഇറങ്ങി അവിടെ കോഫി കുടിക്കാൻ കയറി വരുന്നു. അദ്ദേഹം കോഫി കുടിക്കാൻ വന്നപ്പം ഈ വൃദ്ധനെ ശ്രദ്ധിക്കുന്നു. അപ്പോൾ അംഗരക്ഷകരോട് പറയും, പോയി ആ വൃദ്ധനെ വിളിച്ചോണ്ട് വരൂ എന്ന് പറയും. ആ വൃദ്ധനെ വിളിച്ചോണ്ട് വന്ന് പുള്ളിയുടെ ഫ്രണ്ടിൽ കൊണ്ടേയിരുത്തി. പക്ഷേ ആ വൃദ്ധൻ തല ഉയർത്തി നോക്കുകയോ ഇദ്ദേഹത്തോട് മിണ്ടുകയോ ചെയ്തില്ല. കാരണം ഒരു പ്രസിഡന്റിനോട് മിണ്ടാനുള്ള ഒരു ചാൻസ് ഒക്കെ കിട്ടിയതാണ്. പക്ഷേ അദ്ദേഹം അത് തല ഉയർത്തി നോക്കിയില്ല, കുമ്പിട്ട് തന്നെ ഇരുന്നു. അത് തന്നെയല്ല, അയാളുടെ കൈകൾ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ടായിരുന്നു ആ വൃദ്ധൻ്റെ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ സി യു എന്നും പറഞ്ഞുകൊണ്ട് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് ഇറങ്ങിപ്പോയി. അപ്പോൾ പുള്ളിയുടെ അംഗരക്ഷകൻ ഈ പ്രസിഡന്റിനോട് ചോദിക്കുകയാണ്, പ്രസിഡന്റ് എന്നോട് ചോദിച്ചു, ആ പാവമായ വൃദ്ധൻ്റെ കൈകൾ വിറയ്ക്കുന്ന പ്രായമായതുകൊണ്ടായിരിക്കും ഇല്ലേ? അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖമുണ്ടോ ആർക്കറിയാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം പ്രസിഡന്റ് പറയുകയാണ്, നിനക്കറിയാവോ, ഞാനാണ് നെൽസൺ മണ്ടേല. ഞാൻ ഈ കറുത്ത വർഗ്ഗക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, അവരുടെ വിമോചനത്തിന് വേണ്ടിയിട്ട് ഞാൻ പോരാടിയപ്പോൾ ഞാൻ ജയിലിൽ ഒത്തിരി വർഷങ്ങൾ കിടക്കേണ്ടി എനിക്ക് വന്നു. ആ സമയത്ത് ആ ജയിലിലെ ജയിലറായിരുന്നു ഈ വൃദ്ധൻ. ഇദ്ദേഹം ക്രൂരനായ ഒരു ജയിലറായിരുന്നു. അദ്ദേഹം എന്നോട് ഭയങ്കര മോശമായിട്ടും ക്രൂരമായിട്ടുമാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. എനിക്ക് വേണമെങ്കിൽ ഇന്ന് അദ്ദേഹത്തെ ശിക്ഷിക്കാം അല്ലേ? പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. എന്നെ കണ്ടപ്പോഴുള്ള വിഷമം കൊണ്ടാണ് എൻ്റെ മുഖത്തേക്ക് നോക്കാതിരുന്നതും അദ്ദേഹത്തിൻ്റെ കൈകൾ വിറച്ചതും. അദ്ദേഹം എന്നോട് പലപ്പോഴും ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ട്. അത് തന്നെയല്ല, ദാഹിക്കാൻ ജലം ചോദിച്ചപ്പം അദ്ദേഹം മൂത്രമൊഴിച്ച് എന്നെ കുടിപ്പിക്കുകയും അതുപോലെ മോശമായിട്ട് എന്നോട് ഒത്തിരി പെരുമാറിയിട്ടുള്ള ആളാണ് എന്നിങ്ങനെ ഈ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് പറയുന്നു. ഇതിനല്ലേ ഒരു മധുരപ്രതികാരം എന്ന് പറയുന്നത്? ഇത് ഞാനൊരു പുസ്തകത്തിൽ നിന്ന് വായിച്ചതാട്ടോ. നമുക്ക് ശരിക്കും ഇങ്ങനെയുള്ള പ്രതികാരങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ നല്ല നിലയിലെത്തിയിട്ട് നമുക്ക് അവരെ കാണിച്ചു കൊടുക്കുക, അതാണ് വേണ്ടത്. അല്ലാണ്ട് ശാരീരിക ഉപദ്രവം ഏൽപ്പിക്കുന്ന പ്രതികാരങ്ങൾ ആയിരിക്കരുത്, ഇല്ലേ? പ്രതികാരം ചെയ്യുക എന്ന് വെച്ചാൽ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് കാര്യമാണ്. ഒരാൾ എന്തെങ്കിലും ചെയ്തു, പക്ഷേ നമുക്കിങ്ങനെ പോസിറ്റീവ് വശത്തിലൂടെ നമുക്ക് ഒരാളെ പ്രതികാരം ചെയ്യാൻ സാധിക്കും, ഇല്ലേ? അപ്പം നമ്മളെ വേദനിപ്പിച്ചവരെ,
നമ്മളെ ദുഃഖിപ്പിച്ചവരെ നമ്മൾക്കിങ്ങനെ സുന്ദരമായ മറുപടികൾ കൊടുക്കാൻ സാധിക്കണം നമ്മുടെ ജീവിതത്തിൽ, ഇല്ലേ? അതല്ലേ വേണ്ടത്? ഒത്തിരി മക്കളെ നമ്മൾ കണ്ടിട്ടില്ലേ? ഡോക്ടർമാരും എഞ്ചിനീയർമാരും അല്ലെങ്കിൽ ഹൈ ലെവൽ ജോലിക്കാരുമായിട്ട് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവരായിട്ടിരുന്നിട്ട് അവരെത്തിയപ്പെട്ടത് നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടും ഇല്ലേ? നല്ല നല്ല അധ്യാപകന്മാരായി മാറിയ എത്രയോ വിദ്യാർത്ഥികൾ ഒന്നും പഠിക്കില്ലാതെ എല്ലാവരും ഉപേക്ഷിച്ചിട്ടിരുന്നത്. മാതാപിതാക്കൾ തള്ളിപ്പറഞ്ഞ എത്രയോ മക്കൾ നല്ല നിലയിലായിട്ടുണ്ട്, ഇല്ലേ? നാട്ടുകാർ തള്ളിക്കളഞ്ഞ എത്രയോ മക്കൾ പഠിച്ച് നല്ല നിലയിലെത്തി ഉന്നത സ്ഥാനങ്ങളിൽ വഹിക്കുന്നവരുണ്ട്, ഇല്ലേ? ആർക്കും വേണ്ടാതെ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഗതിയിലാണ്ട് നടന്നപ്പോൾ വീടുകളുടെ മുമ്പിൽ ചെന്ന് യാചിച്ചപ്പോൾ ആട്ടി ഓടിച്ച എത്രയോ മക്കൾ നല്ല നിലയിലായിട്ടുണ്ട്, ഇല്ലേ? നമുക്ക് അപ്പം അങ്ങനെയുള്ള പ്രതികാരങ്ങളല്ലേ നമുക്ക് എന്നാന്ന് പറഞ്ഞാൽ ആ ആട്ടി ഓടിച്ചവരുടെ ആ അവഗണിച്ചവരുടെ മുമ്പിൽ കൂടെ നടക്കുമ്പോൾ ഉള്ള ഒരു അഭിമാന ബോധമുണ്ടല്ലോ, അതാണ് എല്ലാവർക്കും വേണ്ടത്, ഇല്ലേ? അങ്ങനെയുള്ള അഭിമാന ബോധത്തോടു കൂടി നമുക്ക് മധുരമായിട്ട് എല്ലാവരോടും പ്രതികാരം ചെയ്യാം, ശരിയല്ലേ? ഈ രാഷ്ട്രീയക്കാർക്കിടയിൽ വേറൊരു പ്രതികാരമുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തും കൊലയും വെട്ടും കുത്തുമായിട്ടിരിക്കുന്ന പ്രതികാരങ്ങൾ. രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുക, ഒരാളെ കൊന്നു തീർക്കുന്ന പ്രതികാരം. അതെന്ത് ദുഷിച്ച പ്രതികാരമായിരിക്കും, ഇല്ലേ? നേതാക്കന്മാരെല്ലാം രക്ഷപ്പെടും, പാവങ്ങളായ നാട്ടുകാർ കൊല്ലപ്പെടുകയും ചെയ്യും, അനുയായികൾ എന്ന് പറയുകയും ചെയ്യും, രക്തസാക്ഷികളാകുന്നു പാർട്ടിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു പ്രതികാരമുണ്ട്. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ കിടപ്പിലായി പോകുന്നവരും ഉണ്ട്. അങ്ങനെ കുറേ പ്രതികാരം ചെയ്യുന്നവരുണ്ട്. പ്രതികാരം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മധുരമായിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. നമുക്ക് രാഷ്ട്രീയത്തിലാണെങ്കിലും വെട്ടും കൊലയുടെ ആവശ്യമില്ലല്ലോ. നമ്മുടെ എന്നാ പറയുക, ആശയങ്ങൾ പറയുക, അതല്ലേ വേണ്ടത്. അല്ലാതെ അവിടെ കൊല്ലിനും കൊലയ്ക്കും ഒരാളെ വ്യക്തിവൈരാഗ്യം തീർക്കുക എന്നത് അങ്ങനെ ആയിരിക്കരുത്, ഇല്ലേ? അത് പറഞ്ഞു തീർക്കുക, അതാണ് വേണ്ടത്. സത്യസന്ധമായിട്ട് പറഞ്ഞു തീർക്കുക. എന്ത് കാര്യങ്ങളും അതെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഈ മധുര പ്രതികാരത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താൻ നമുക്കൊരു പോസിറ്റീവ് എനർജി വരും. നമുക്ക് വിജയിക്കണം എന്നൊരു ചിന്ത വരും. അവരുടെ മുമ്പിൽ നമുക്ക് കാണിച്ചു കൊടുക്കണം. നമ്മളെ തള്ളി പറഞ്ഞവരുടെ മുമ്പിൽ കൂടെ നമ്മൾ എന്നാ പറയണം, നല്ലവരായിട്ടിരിക്കുന്നത്, നമ്മളെ നല്ലവർ എന്ന് പറയിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. ഈ ഒരു ചിന്തയോടുകൂടി നമുക്ക് എല്ലാവർക്കും മുന്നേറാം, ഇല്ലേ? ആരെങ്കിലും ഒക്കെ ഇങ്ങനെയൊരു പ്രതികാരം തിരിച്ചു ചെയ്യാൻ, അത് കുഞ്ഞുനാൾ തൊട്ടുണ്ടോ ഈ പ്രതികാരം എന്ന് പറയുന്ന സാധനം. കുഞ്ഞു പിള്ളേർ തന്നെ കാണിക്കണ തിരിച്ച് അടി കൊടുക്കുന്നതും ഒക്കെ കാണാൻ മേലെ. കുഞ്ഞു മക്കൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും വിഷമം തോന്നുകയാണെങ്കിൽ അവർ തിരിച്ച് അമ്മക്കിട്ടാണെങ്കിലും അച്ഛനിട്ടാണെങ്കിലും ഒക്കെ കൊടുക്കുന്ന കാണാൻ മേലെ. അപ്പോൾ കുഞ്ഞുനാൾ തൊട്ട് നമ്മുടെ ജീവിതത്തിൽ ഉള്ള ഒരു സംഭവമായത്, നമ്മുടെ ജീവിതത്തിൽ, ഇല്ലേ? അപ്പം നമ്മളിങ്ങനെ ഉള്ള പ്രതികാരങ്ങളെയൊക്കെ മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് നമ്മളിങ്ങനെ സന്തോഷത്തോടു കൂടി ഉള്ള പ്രതികാരങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. മധുരമായിട്ടുള്ള പ്രതികാരം. അപ്പോൾ ശരി, ഓക്കെ. എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.